PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ്, ഖാദി ബോർഡ്, JCI എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസിൽ നിന്നും കോർപ്പറേഷനിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. റോക്ക്ഡെയിൽ പയനീഴ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA സെക്കൻഡ് സ്റ്റേജ്. കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് തേർഡ് സ്റ്റേജ്. പ്രിൻസിപ്പിൾസ് ഓഫ് ICA in 1995 ഫോർത്ത് സ്റ്റേജ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത്രയേ ഉള്ളൂ. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും കോപ്പറേറ്റീവ് വാല്യൂസും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒറ്റൊരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വേറെ എക്സാമിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് JCI പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ വേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് ഈസ് ഡാഷ്. ദ വേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് ഈസ് ഡാഷ്. പ്രിൻസിപ്പിൾ എന്ന വാക്കുണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ചോദ്യം. പ്രിൻസിപ്പിൾ എന്ന വാക്കുണ്ടായത് പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അർത്ഥം ബേസിസ് എന്നാണ്. ദ വേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം വിച്ച് മീൻസ് ബേസിസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ. ഉത്തരം റോക്ക്ഡെയിൽ പയനീഴ്സ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലോകത്ത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു. ആ ഒരു കൺസ്യൂമർ സൊസൈറ്റിയുടെ സക്സസ്സിന് കാരണമായത് തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ദ റോക്ക്ഡെയിൽ പയനീഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് എ സൊസൈറ്റി ഇൻ. ദ റോക്ക്ഡെയിൽ പയനീഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് എ സൊസൈറ്റി ഇൻ. ഉത്തരം 21 ഡിസംബർ 1844. 1844 ഡിസംബർ 21 റോക്ക്ഡെയിൽ പയനീഴ്സ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഇംഗ്ലണ്ടിലാണിത് സ്ഥാപിച്ചത്. നമുക്കറിയാം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ രൂപത്തിലായിരുന്നു. Cooperative principles are set of rules which govern the life and activity of cooperative organization. Whose definition is this? Cooperative principles are set of rules which govern the life and activity of cooperative organization. Whose definition is this? ഉത്തരം ജോർജ് ഡെവിഡോണിക്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. ഇങ്ങനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തത് ജോർജ് ഡെവിഡോണിക് ആണ്. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെർ ഡെവലപ്ഡ് ഇൻ. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെർ ഡെവലപ്ഡ് ഇൻ. എത്ര ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ എത്ര സ്റ്റേജുകളിലായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ആയത് എന്നാണ് ചോദ്യം. ഉത്തരം 4 സ്റ്റേജസ് ആണ്. 4 സ്റ്റേജുകളിലൂടെയാണ് നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ആയത്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ഫോർമുലേറ്റ് ചെയ്ത റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ഡാഷ് ആർ കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടർ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഡാഷ് ആർ കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടർ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഉത്തരം റോക്ക്ഡെയിൽ പയനീഴ്സ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഫൗണ്ടർ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് 8 എണ്ണം ഉണ്ട്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഈ 8 എണ്ണമാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ഇത് 8ഉം കാണാതെ പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം: ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അപ്പോയിൻറ്റഡ് എ സബ് കമ്മിറ്റി ഇൻ ഡാഷ് ഫോർ ദ ഫസ്റ്റ് റീഫോർമുലേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഓർ ICA അപ്പോയിൻറ്റഡ് എ സബ് കമ്മിറ്റി ഇൻ ഡാഷ് for the first reformulation of principles of cooperative sector. ഉത്തരം 1934. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു
കമ്മിറ്റീനെ, ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തു. അത് ഏത് വർഷമാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം 1934. 1934 ലണ്ടനിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫസ്റ്റ് റീഫോർമുലേഷന് വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. 1937 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. 1937 പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഈസ് എ ഡാഷ് പ്രിൻസിപ്പിൾ. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഈസ് എ ഡാഷ് പ്രിൻസിപ്പിൾ. ഉത്തരം നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. 1934 ICA അപ്പോയിൻറ്റ് ചെയ്ത സബ് കമ്മിറ്റി റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അതിൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ്, ഡിവിഡൻഡ്. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. അപ്പോൾ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. For the second reformulation of principles of cooperative sector, the International Cooperative Alliance appointed a subcommittee in. For the second reformulation of principles of cooperative sector, the International Cooperative Alliance appointed a subcommittee in. ഉത്തരം 1964. സെക്കൻഡ് റീഫോർമുലേഷന് വേണ്ടിയിട്ട് ICA ഒരു കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തത് 1964. When did ICA appoint the Carvey Commission on Cooperative Principles? When did ICA appoint the Carvey Commission on Cooperative Principles? CSEBയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഉത്തരം 1964. അതായത് സെക്കൻഡ് റീഫോർമുലേഷന് വേണ്ടിയിട്ട് ICA 1964 ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. ആ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു DG കാർവേ. UK, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ, ഇങ്ങനെ 5 നേഷൻസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആ ഒരു കമ്മീഷനിലുണ്ടായിരുന്നു. ഹെഡായിരുന്നത് ഇന്ത്യനായിരുന്ന DG കാർവേയാണ്. കാർവേസ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966. അതും ചോദിച്ചിട്ടുള്ളതാണ്. കാർവേ കമ്മിറ്റീനെ ICA അപ്പോയിൻ്റ് ചെയ്തത് 1964, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966 വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്. Dash principle is adopted by ICA on the recommendation of Carvey's Commission. Dash principle is adopted by ICA on the recommendation of Carvey's Commission. 1966 സബ്മിറ്റ് ചെയ്ത കാർവേസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ICA അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്തത് കാർവേസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലാണ്. അതുകൊണ്ടാണിത് കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. 1966 സബ്മിറ്റ് ചെയ്ത കാർവേസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ICA റീഫോർമുലേറ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പിനെയാണ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ 3ാമത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. സെക്കൻഡ് സ്റ്റേജ് 1937 ICA വരുത്തിയ മാറ്റമാണ്. തേർഡ് സ്റ്റേജ് 1966 വരുത്തിയ മാറ്റം. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഈസ് ഓൾസോ കോൾഡ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഈസ് ഓൾസോ കോൾഡ്. ഉത്തരം പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ കാർവേസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. ഡാഷ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ 1992 at the ICA Congress held at ഡാഷ്. ഡാഷ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ 1992 at the ICA Congress held at ഡാഷ്. ഉത്തരം മക്ഫേഴ്സൺ കമ്മിറ്റി, ടോക്കിയോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വീണ്ടും മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി 1992 ടോക്കിയോയിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിൽ ICA ഒരു പുതിയ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തു.
ആ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ഇവാൻ മക്ഫേഴ്സൺ. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓഫ് ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് ഇവാൻ മക്ഫേഴ്സൺ. കനേഡിയനായിരുന്ന ഇവാൻ മക്ഫേഴ്സനെ ചെയർമാനാക്കിക്കൊണ്ട് 1992 ICA ഒരു പുതിയ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തു. The final amendment of cooperative principles was adopted in dash when the ICA Congress held at dash. The final amendment of cooperative principles was adopted in dash when the ICA Congress held at dash. ഉത്തരം 1995 മാഞ്ചസ്റ്റർ. 1992 ഇവാൻ മക്ഫേഴ്സനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ICA പുതിയ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തു. അപ്പം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ 4th സ്റ്റേജ് എന്ന് പറയുന്നത് 1995 ICA അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതുതന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 95 ICA അക്സെപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നിലവിലുള്ളത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇങ്ങനെ 7 പ്രിൻസിപ്പിളാണ് നിലവിൽ ഉള്ളത്. ഇപ്പോഴത്തെ ICA പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ 7 എണ്ണമാണ്. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നൗ ഇൻ ഫോഴ്സ് വെയർ അക്സെപ്റ്റഡ് ഇൻ ഡാഷ്. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നൗ ഇൻ ഫോഴ്സ് വെയർ അക്സെപ്റ്റഡ് ഇൻ ഡാഷ്. ഉത്തരം 1995. നമ്മളിപ്പോൾ പറഞ്ഞു 1995 അക്സെപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത്. ICA ജനറൽ അസംബ്ലി 1995 സെപ്റ്റംബർ 23 മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ച് കൂടുകയും ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡാഷ് ഈസ് ദ ലേറ്റസ്റ്റ് അഡീഷൻ ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഡാഷ് ഈസ് ദി ലേറ്റസ്റ്റ് അഡീഷൻ ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഉത്തരം കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഏറ്റവും അവസാനം ആഡ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 1995 അഡോപ്റ്റ് ചെയ്ത കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് ലേറ്റസ്റ്റ് അഡീഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് അഡോപ്റ്റഡ് ബൈ ICA നീഡഡ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഇൻക്ലൂഡ്. The principles of cooperatives adopted by ICA needed for internal and external relationship of cooperative include. ഉത്തരം കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. CSEBയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിലുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ 4 സ്റ്റേജും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 4 സ്റ്റേജിലും ഒരു മാറ്റവും ഇല്ലാതെ ഉണ്ടായിരുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം അത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. ദ പ്രിൻസിപ്പിൾ വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഓൾ ഓഫ് ദീസ് 4 സ്റ്റേജസ് വിതൗട്ട് എനി ചേഞ്ച് വാസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഡാഷ് ഈസ് ആൻ എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേറ്റീവ്സ്. ഡാഷ് ഈസ് ആൻ എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേറ്റീവ്സ്. ഉത്തരം കെയറിംഗ് ഫോർ അതേഴ്സ്. കോപ്പറേറ്റീവ് വാല്യൂസ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഇങ്ങനെ 10 എണ്ണമാണ് നമ്മൾ കോപ്പറേറ്റീവ് വാല്യൂസിൽ പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ അവസാനം പറഞ്ഞ 4 എണ്ണം എത്തിക്കൽ വാല്യൂസാണ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഇത് 4ഉം എത്തിക്കൽ വാല്യൂസ് ഓഫ് കോപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കെയറിംഗ് ഫോർ അതേഴ്സ് ഈസ് ആൻ എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേറ്റീവ്സ്. ഇനി ഈ ടോപ്പിക്കിൽ നിന്നും PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്: ഓപ്പൺ മെമ്പർഷിപ്പ്, അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഡെമോക്രാറ്റിക് കൺട്രോൾ, ക്യാഷ് ട്രേഡിംഗ്. ഇതിൽ ഏതൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 1, 3, 4 ആണ്.
ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. ഇവിടെ കൊടുത്തിരിക്കുന്നത് അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ക്യാഷ് ട്രേഡിംഗ് ഇത് മൂന്നും റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വൈ റോക്ക്ഡെയിൽ ഈസ് കോൾഡ് പയനീഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ദ ഫസ്റ്റ് പെർമനൻറ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ. They succeeded in giving a definite shape to the cooperative movement. The individual involved therein were outstanding personalities. Their profits are shared equally among members. ഉത്തരം ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഒള്ളിയാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ICA ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. The essential principles of ICA includes the following: open membership, democratic control, limited interest on share capital, promotion of education. നമ്മൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് 8 പഠിച്ചു. അതിൽ തന്നെ എസെൻഷ്യലും നോൺ എസെൻഷ്യലും പഠിച്ചിട്ടുണ്ടായിരുന്നു. എസെൻഷ്യൽ പ്രിൻസിപ്പിൾ താഴെ തന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1, 2, 3. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഇത് മൂന്നും എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. അടുത്തത്, ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ICA ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ICA ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്: റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്, ക്യാഷ് ട്രേഡിംഗ്, പാട്രോണേജ് ഡിവിഡൻഡ്. ഈ പറഞ്ഞതിൽ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1, 2, 3. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്, ക്യാഷ് ട്രേഡിംഗ് ഇത് മൂന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. പാട്രോണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. അടുത്തത്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995 ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്: മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഈ പറഞ്ഞതിൽ 1995 പ്രിൻസിപ്പിൾസിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 1, 2, 3, 4 ഈ 4 1995 ICA അഡോപ്റ്റ് ചെയ്ത ആ 7 പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഈ 5 ചോദ്യങ്ങളും കഴിഞ്ഞ JCI പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ദ മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ബി ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ സെറ്റിംഗ് പോളിസീസ് ആൻഡ് ഇൻ മേക്കിംഗ് കീ ഡിസിഷൻസ്. The members can accept the responsibilities of membership without considering gender, social, racial, political or even religious factors. Cooperatives provides education and training only for the members. The members have the right to get dividends based on capital contribution. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺലി ഫോർ ദ മെമ്പേഴ്സ്. Cash trading is suggested as one of the cooperative principles by Rockdale Pioneers, Carvey Committee on Cooperative Principles, ICA in 1995, Dr. Ivan Macpherson. Cash trading ആര് സജസ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. റോക്ക്ഡെയിൽ പയനീഴ്സ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ക്യാഷ് ട്രേഡിംഗ്. Carvey Commission on Cooperative Principles submitted its report in 1937, 1966, 1976, 1995. കാർവേ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1966. 1964 ICA കാർവേ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1966 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇനിയൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം.
ആദ്യത്തേത് വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്ട്രക്ചേഴ്സ്. Men and women serving as elected representatives are accountable to the membership. Members contribute equitably to the capital of the cooperatives. They can enter into agreements with any third party in its own name. കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് എന്ന് പറയുന്നത് A 3, B 4, C 1, D 2. അതായത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 3ലാണ് മാച്ച് ആവുന്നത്. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വിറ്റബിളി ടു ദ ക്യാപിറ്റൽ ഓഫ് ദ കോപ്പറേറ്റീവ്സ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ദേ ക്യാൻ എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് എനി തേർഡ് പാർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്ട്രക്ചർ. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. മെൻ ആൻഡ് വുമൺ സെർവിംഗ് ആസ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ അക്കൗണ്ടബിൾ ടു ദ മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന കോപ്പറേഷനിലെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.